വന്നവർ സവർണനെന്നോ അവർണനെന്നോ അല്ല ചോദിച്ചത്. ഇന്ത്യക്കാരനാണോ സൗത്ത് ഇന്ത്യക്കാരനാണോ എന്നല്ല ചോദിച്ചത്. കോൺഗ്രസ് ആണോ BJP ആണോ എന്നല്ല ചോദിച്ചത്. മതമേതാണ് എന്നതാണ്. ഭീകരവാദത്തിന് മതമുണ്ട് എന്ന് കാശ്മീരിലെ പഹൽഗാമിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഭീകരർ പറഞ്ഞു മനസ്സിലാക്കി തന്നു. അതായത് ഓരോ ഹിന്ദുവിനെയും തിരഞ്ഞു പിടിച്ച് നെഞ്ചിൽ AK-47 ഉപയോഗിച്ച സൈനിക വേഷത്തിലെത്തി വെടിയുതിർത്ത് തീർത്ത പിതൃശൂന്യന്മാരായ ഭീകരരെ, ഇതിന്ത്യയാണ്, നീയൊക്കെ കളിച്ചത് ഇന്ത്യയോടാണ്. ഇന്ത്യക്കൊരു കാവൽക്കാരനുണ്ട്, പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. മോദി സൗദിയിലെ എല്ലാ ചടങ്ങുകളും പകുതിയിൽ വച്ച് നിർത്തി ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ തന്നെ ശ്രീനഗറിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. അജിത് ഡോവൽ, S ജയശങ്കർ അടക്കമുള്ളവർ കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. UP അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിന്റെയൊക്കെ വീട്ടിൽ കയറി നിന്നെയൊക്കെ തീർത്തിരിക്കും. വരുന്നത് ഇതുവരെ അജ്ഞാതന്മാരായിരുന്നു എങ്കിൽ ഇനി അത് അജ്ഞാതന്മാരായിരിക്കില്ല. ശരിക്ക് നിനക്കൊക്കെ കൃത്യമായി മുഖം കാണിച്ച പേര് വെളിപ്പെടുത്തി അതിനുശേഷം നിന്റെയൊക്കെ നെഞ്ചിൽ നിറയൊഴിച്ച നിന്നെയൊക്കെ തീർക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉശിരുള്ള സൈനികന്മാരായിരിക്കും. ഞങ്ങളുടെ ഇന്ത്യക്കാരുടെ ഒരാളുടെ ചോര നിന്റെയൊക്കെ കയ്യിൽ പുരണ്ടിട്ടുണ്ടെങ്കിൽ ഓർത്തു വച്ചോ, ഓരോ ഇന്ത്യക്കാരനും അതിന് പകരം ചോദിച്ചിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇന്ത്യയാണ്. ഇന്ത്യയിൽ വന്ന് ചൊറിയാനും ഇന്ത്യയിൽ വന്ന് കളിക്കാനും നീയൊക്കെ മനസ്സിൽ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് നന്നായിട്ടറിയാം. ഇത് ഭരിക്കുന്നത് നല്ല നട്ടല്ലും ചങ്കുറപ്പുമുള്ള ഒരു ഭാരതീയനാണ്. അമിതമായ രോക്ഷമുണ്ട്, പറയാതിരിക്കുന്നില്ല. സത്യത്തിൽ ഇത് കേട്ടത് മുതൽ ചോര തിളക്കുകയാണ്. ഒരു മാധ്യമ പ്രവർത്തകയായിപ്പോയി ഒരു സൈനികയാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തു പോവുകയാണ്. കാരണം സമാധാനത്തിൻ്റെ താഴ്വരയായ കശ്മീർ ഞങ്ങളുടെ സിരകളിൽ ഒഴുകുകയാണ് എന്ന് 2 ദിവസം മുൻപാണ് പാകിസ്ഥാൻ ആർമി ചീഫ് പറഞ്ഞു വച്ചത്. 2 ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ ലഷ്കർ-ഇ തോയ്ബ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തെങ്കിൽ ഇന്ത്യയിലെത്തി, കശ്മീരിലെത്തി, അവിടത്തെ ഓരോ ഹിന്ദുവിനെയും തിരഞ്ഞ് പിടിച്ച് കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ്. 6 പേരാണ് എത്തിയത്. അതിൽ 2 പേർ ലഷ്കർ-ഇ തോയ്ബയുടെ പരിശീലനം കിട്ടിയവർ എന്നാണ് പറയുന്നത്. അതായത് സെയ്ഫുള്ള കസൂരി എന്ന് പറയുന്ന ലഷ്കർ-ഇ തോയ്ബയുടെ കമാൻഡർ, അയാളാണ് ഇതിനെ ചുക്കാൻ പിടിച്ചത്. അയാൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോന്നിനും ഇന്ത്യയിൽ കാലുകുത്തി കശ്മീരിൽ എത്തിയ പിശാചുക്കളുടെ അജണ്ടയ്ക്ക് തക്കതായ തിരിച്ചടി നൽകുമെന്നാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഇന്ത്യ പഹൽഗാമിന് മറുപടി നൽകാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോട് സ്ഥിതിഗതികൾ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യം സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. ഭീകരാക്രമണ വാർത്താ വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി അടിയന്തര ഇടപെടലുകൾ നടത്തിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ശ്രീനഗറിലേക്ക് അയക്കുകയും സ്ഥിതിഗതികളുടെ വിലയിരുത്തൽ നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ശ്രീനഗറിൽ ഉന്നതതല യോഗവും ചേർന്നിരുന്നു. സുരക്ഷാ ഏജൻസി മേധാവികളുമായും അമിത്ഷാ ചർച്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനായി ശ്രീനഗറിൽ നിന്ന് അധിക വിമാന സർവീസുകൾ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തീവ്രവാദികളുടെ അക്രമ ലക്ഷ്യം മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ എന്നാണ്. അതായത് കശ്മീരിൽ ഭൂമി വാങ്ങുന്ന അന്യ സംസ്ഥാനക്കാരെയാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് പറയുന്നത്. 26 പേരെ വെടിവെച്ച് കൊന്ന തീവ്രവാദികൾ ലക്ഷ്യമിട്ടത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരെയാണ് എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടത്. മോദി സർക്കാർ നടപ്പാക്കിയ പുതിയ നിയമപ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കും ജമ്മു കശ്മീരിൽ സ്ഥലം വാങ്ങി സ്ഥിരതാമസമാക്കാം. ഇവരെയാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ ലക്ഷ്യമിടുന്നതെന്ന് പറയപ്പെടുന്നു. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 വകുപ്പ് മോദി സർക്കാർ എടുത്തു കളഞ്ഞതോടെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഇവിടെ ഭൂമി വാങ്ങി സ്ഥിര താമസക്കാരാകാൻ അവകാശം ലഭിച്ചത്. ഇത് പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 85,000 പേരോളം ഇവിടെ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത്തരക്കാരെ ഭയപ്പെടുത്തുകയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യം. ഇതുവഴി ഭാവിയിൽ അന്യ സംസ്ഥാനക്കാർ ജമ്മു കശ്മീരിൽ സ്ഥലം വാങ്ങി സ്ഥിര താമസത്തിനെത്തുന്നത് തടയലും ഈ തീവ്രവാദി ആക്രമണത്തിന് പിന്നിലുണ്ട്. മോദി സർക്കാർ നടപ്പിലാക്കിയ കശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 വകുപ്പ് എടുത്തു കളഞ്ഞ നടപടിയെ ചോദ്യം ചെയ്യുകയാണ് തീവ്രവാദികൾ. ഇതുവഴി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളോട് ആ വകുപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രേരിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതാ വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കരുതുന്നു. പാകിസ്ഥാൻ കേന്ദ്രമായ ലഷ്കർ-ഇ തോയ്ബയുടെ ഉപസംഘടനയായ ദ റെസിഡന്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യയെ ഏത് വഴിയും തകർക്കുക, നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയെ അല്ലെങ്കിൽ BJP സർക്കാർ ഭരിക്കുന്ന ഇന്ത്യയെ ഏത് വഴിയും ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പല്ലവി എന്ന് പറയുന്ന ഒരു സ്ത്രീ, മഞ്ജുറാം എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ കശ്മീരിലെത്തിയ കർണാടക സ്വദേശിയുടെ ഭാര്യ പല്ലവി തീവ്രവാദികളോട് കേണപേക്ഷിക്കുകയാണ്, എന്നെയും എൻ്റെ മകനെയും കൂടി നിങ്ങൾ കൊല്ലൂ. അപ്പോൾ തീവ്രവാദി പറയുകയാണ്, പോയി നിന്റെ മോദിയോട് പറയൂ, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് കശ്മീർ വേണമെന്ന്. മോദിയോട് ആരും പറയണ്ട, പറയാതെ തന്നെ തിരിച്ചടിക്കാൻ മോദിക്കറിയാം. പാകിസ്ഥാന് അഭിനന്ദ് വർത്തമാൻ്റെ കാര്യമെന്ന് ആലോചിച്ചാൽ മാത്രം മതി ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെ ആയിരിക്കുമെന്നുള്ളത്. 14 ലക്ഷം സൈനികർ ഇന്ത്യക്കുണ്ട്. 14 ലക്ഷമൊന്നും വേണ്ട, 5 ലക്ഷം സൈനികർ ഒരുമിച്ചാൽ മതി. പാകിസ്ഥാൻ 3ആയി വിഭജിച്ച് പാകിസ്ഥാനെ ചാരമാക്കാൻ ഇന്ത്യക്ക് ഒരു നിമിഷം മതി എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരുന്നാൽ നന്ന്. കശ്മീർ നിങ്ങളുടെ സിരകളിലൂടെ ഒഴുകുകയാണ് എന്ന ദേശസ്നേഹമാണ് നമുക്ക് ഏറ്റവും വലുത്. കശ്മീർ ഞങ്ങൾക്കൂടെ ഒപ്പം കൂട്ടണമെന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ മുൻ ആർമി ചീഫ്, പാകിസ്ഥാൻ്റെ ആർമി ചീഫിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. ഈ ഭീകരവാദം, ഈ തീവ്രവാദം നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം അയാൾക്ക് മാത്രമാണ്. ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും മതം ചോദിച്ചുകൊണ്ടാണ് തീവ്രവാദികൾ കൊന്നത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ അത് റിപ്പോർട്ട് ചെയ്തു. കരയുകയാണ്. ഭർത്താക്കന്മാർ വെടിയേറ്റ് മരിക്കുമ്പോൾ നിശബ്ദയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നത്. നിസ്സഹായ അവസ്ഥയിൽ ശബ്ദിക്കാൻ പോലും ഭയന്നുകൊണ്ട്, കരയാൻ പോലും ഭയന്നുകൊണ്ട് ഭർത്താവിൻ്റെ ചേതനയറ്റ ശരീരത്തിന് മുന്നിലിരിക്കുന്ന സ്ത്രീ. ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും പാകിസ്ഥാൻ. ഇന്ത്യ തരാൻ പോകുന്ന മറുപടിയിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഓർത്തുവച്ചോ, ഓരോ ഭാരതീയനും ഇതിന് കണക്ക് ചോദിച്ചിരിക്കും, അത് ഉറപ്പാണ്.